ഹലോ കൂട്ടുകാരെ, മഴത്തോര് മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അലീനെ കണ്ടതും ബബിത പറയുന്നുണ്ട്, അല്ല ഇതാരേ വരുന്നേ? കല്യാണ പെണ്ണോ? മനുവേട്ടാ, അച്ഛ അലീന ചേച്ചിയെ ആർക്കോ കല്യാണം കഴിച്ച് കൊടുക്കാനാ തോന്നുന്നേ. അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോവോ? ഇത് പറഞ്ഞത് മനുവിനെ കളിയാക്കിയിട്ടാണെങ്കിലും മനു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അലീനയുടെ മുഖത്തോട്ട് നോക്കി തന്നെ ഇരിക്കുക. അപ്പോഴേക്കും കൃഷ്ണമോൾ ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഞാൻ ചേച്ചിക്ക് ഒരു സമ്മാനം കരുതിയിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അലീനയും പിടിച്ചു വലിച്ച് കൃഷ്ണമോള് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അളമാരി തുറന്ന് ഒരു വാച്ച് എടുത്ത് അലീനയുടെ കൈ കെട്ടിക്കൊടുക്കുന്നുണ്ട് കൃഷ്ണമോള്. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? അത് കേട്ടതും അലീനയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങിട്ടോ. എന്റെ കൃഷ്ണമോള് തന്ന ഗിഫ്റ്റല്ലേ, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കൂ? അങ്ങനെ പറഞ്ഞ് കൃഷ്ണമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അലീന. അങ്ങനെ അലീന അതും കൊണ്ട് മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ബബിത ഒരു ഷൂട്ട് കേസും കൊണ്ട് വരുന്നത്. നോക്കിയപ്പോ അത് അച്ഛൻ വാങ്ങിക്കൊടുത്ത സൂട്ട് കേസാ. നീ എന്താ ഇതും തള്ളിക്കൊണ്ട് വരുന്നേ? ഓ അതോ. ഞാൻ നോക്കിയപ്പോ അച്ഛൻ അവിടെ സൂട്ട് കേസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ വെക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതിൽ കുറച്ച് തുണികൾ തിരികെ വെച്ചു. അതങ്ങ് ഏൽപ്പിക്കാൻ തന്നതാ. ഇത് കേട്ടതും അലീനയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിട്ടോ. ആ സൂട്ട് കേസ് നിറയെ തനിക്ക് വേണ്ടി തൻ്റെ അനിയത്തി വാങ്ങിയ ഡ്രസ്സുകളാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇവളുടെ ഉള്ളിൽ തന്നോട് ഇത്രയധികം സ്നേഹമുണ്ടായിരുന്നോ എന്ന് ആലോചിച്ച് അലീനയ്ക്ക് തൻ്റെ കരച്ചിലടക്കാൻ പറ്റിയില്ല. എന്നാ ബബിത എപ്പോഴും ആ ഗൗരവഭാവം വിട്ടിട്ടില്ല കേട്ടോ. സ്വരവും പറച്ചിലൊക്കെ പഴയ പോലെ തന്നെ, പക്ഷേ ഉള്ളിൽ നിറച്ച അലീനോടുള്ള സ്നേഹമാ. ബബിതയും കൃഷ്ണമോളും മാത്രമല്ല, രോഹിത്തിന്റെ വകയായി ഒരു മൊബൈൽ ഫോണും അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. തന്റെ കൂടപ്പിറപ്പുകളുടെ മുഴുവൻ സ്നേഹം കൊണ്ടാ താൻ ഈ വീട് വിടുന്നതെന്ന് ആലോചിച്ചപ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷം തോന്നുന്നു. അങ്ങനെ പെട്ടികളെല്ലാം അടുക്കി പെടുക്കി വെക്കുന്നതിനിടയിൽ ആരോ മുറിയിലേക്ക് വന്നതുപോലെ അലീനയ്ക്ക് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മനുശങ്കറാണ് കേട്ടോ. മനുവിന്റെ മുഖത്ത് സങ്കടം അല തല്ലുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ വിരഹത്തിന്റെ വേദനയും. ഒരിക്കൽ വേലക്കാരിയായി വന്ന് തൻ്റെ സ്നേഹവും ത്യാഗവും കൊണ്ട് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്നേഹം പിടിച്ചെടുത്തവൾ ഇന്ന് അവൾ ഈ വീട്ടിൽ നിന്ന് വിട പറയുകയാണ്. ഇനി ഈ വീട്ടിൽ അവളുടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകളില്ല, ശാന്തവും സുന്ദരവുമായ പുഞ്ചിരിയില്ല. ഇവിടേക്ക് താൻ ഇനി വരുമോന്ന് പോലും മനു സംശയിച്ചു പോയി. മനുവിനെ കണ്ടതും അലീനയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. ഇവിടുന്ന് പോയാ നീ എന്നെ മറക്കോ? തെല്ലും നിരാശയോടെയാണ് മനു ഇത് ചോദിക്കുന്നത്. ഇല്ല എന്ന് അലീന തലയാട്ടി. അത് കണ്ടതും മനുവിന് സന്തോഷമായി. ഈ ഭൂമിയുടെ ഏതു കോണിൽ ചെന്നാലും നീ എന്നെ വിളിക്കില്ലേ? വിളിക്കും എന്ന് അലീന മറുപടി നൽകി. അത് കേട്ടതും മനസ്സ് കുളിർന്നതുപോലെ മനുവിനെ തോന്നി. അവളുടെ നെറ്റിയിൽ ഒരു പ്രണയ സമ്മാനം എന്നോണം ഒരു ഉമ്മ നൽകിക്കൊണ്ട് മനു തിരിഞ്ഞു നോക്കാതെ നടന്നു. അതും കൂടിയായപ്പോൾ അലീനയ്ക്ക് തൻ്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ തൻ്റെ പെട്ടികളെല്ലാം സിറ്റൗട്ടിൽ ഇറക്കി വെച്ച് അലീന എല്ലാവരോടുമായി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. ആ യാത്ര പറച്ചിൽ വളരെ വൈകാരികമായിരുന്നു. ബബിതയെ മാത്രം അവിടെ കണ്ടില്ല. ബബിത എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണമോളാണ് പറയുന്നത് അവൾ മുറിയിലുണ്ടെന്ന്. നേരെ അലീന ബബിതയുടെ മുറിയിലേക്ക് പോയി. അവളാണെങ്കിൽ ആരോടോ പിണങ്ങി നിൽക്കുന്ന പോലെ ജനൽ കമ്പിയിൽ പിടിച്ച് നിൽക്കുകയാണ്. അത് കണ്ടതും അലീനയ്ക്ക് കാര്യം മനസ്സിലായി. താൻ പോകുന്നതിൽ തന്നോട് പിണങ്ങിയാണ് അവൾ ആ നിൽപ്പ് നിൽക്കുന്നതെന്ന്. അലീനയെ കണ്ടതും അവൾ പറഞ്ഞു, എന്തിനെങ്ങോട്ട് വന്നത്? ഒന്ന് പോയിക്കൂടെ? എനിക്ക് കാണണ്ട. ഇത് കേട്ടപ്പോഴേക്കും അലീനയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. നീ വരുന്നില്ലേ എന്നെ യാത്രയാക്കാൻ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആർക്ക് വേണേലും എപ്പോൾ വേണേലും പോവാം. അതിനിവിടെ ആരും ഉപാധിയൊന്നും വെച്ചിട്ടില്ല. ഏതായാലും പോവാൻ ഇറങ്ങിയതല്ലേ, പിന്നെന്തിനാ ഇവിടെ തട്ടിമുട്ടി നിൽക്കുന്നേ? ഒന്ന് പോയിക്കൂടെ? പറഞ്ഞത് പരുഷമായ വാക്കുകളാണെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടുതലൊന്നും പറയാതെ അലീന അവിടെ നിന്ന് ഇറങ്ങി. ഇതിനോടകം അലീനയുടെ പെട്ടിയും സാധനങ്ങളെല്ലാം മനുവും രോഹിത്തും കൂടി കാറിന്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അധികം നിൽക്കാതെ അലീനയും അതിൽ കയറി. കാറ് നീങ്ങുമ്പോഴും അലീനയുടെ കണ്ണുകൾ പിറകിലായിരുന്നു. കാറ് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ രോഹിത്തും മനുവും കൃഷ്ണമോളും അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇനി താൻ ഈ വീട്ടിലോട്ട് തിരിച്ചു വരുമോ? ഒന്നും അറിയില്ല. തൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അലീന സീറ്റിലോട്ട് ചാരിയിരുന്നു. പെട്ടെന്നാണ് അവൾ ബാലേന്ദ്രനോട് പറയുന്നത്, നമുക്ക് കടപ്പാട്ടൂർക്കൊന്ന് പോയാലോ? മുത്തശ്ശിയെ കണ്ട് ഒന്ന് യാത്ര പറയണമെന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ? മാത്രമല്ല നിന്നെ ഇപ്പം ഈ വേഷത്തിൽ കണ്ട പൊന്നുകൊണ്ട് മൂടിയാണ് ബാലേന്ദ്രൻ വേലക്കാരിയെ പറഞ്ഞയക്കുന്നത് വരെ പറഞ്ഞുണ്ടാക്കും കമലേടത്തി. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ലെന്ന് അലീനയ്ക്കും തോന്നി. അങ്ങനെ അവർ യാത്ര തുടർന്നു. യാത്രയിലെപ്പോഴോ അലീന മയങ്ങിപ്പോയി. പെട്ടെന്ന് വണ്ടി നിന്ന പോലെ അലീനയ്ക്ക് തോന്നി. അലീന കണ്ണു തുറന്നു നോക്കുമ്പോൾ അഞ്ചൽ എത്തിയിട്ടുണ്ട്. വാ നമുക്ക് ഊണ് കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി. കൂടെ അലീനയും. അപ്പോഴും അലീനയുടെ മനസ്സിൽ ആകെ സംശയങ്ങൾ കൊണ്ട് തളം കെട്ടി നിൽക്കുകയാണ്. തന്നെ എങ്ങോട്ടായിരിക്കും അച്ഛൻ കൊണ്ടുപോകുന്നത്? എന്തായിരിക്കും തനിക്ക് അവിടെയുള്ള ജോലി?
ഇതൊന്നും അച്ഛൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും അച്ഛൻ ഇതൊന്നും എന്നോട് പറയാത്തത്? ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വണ്ടിയിൽ കയറുമ്പോഴും അലീന ബാലേന്ദ്രനെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൻ്റെ അർത്ഥം ബാലേന്ദ്രന് മനസ്സിലായി. പക്ഷേ ഒന്നും മിണ്ടാതെ അയാൾ വണ്ടിയെടുത്തു. കുറച്ച് ദൂരം നീങ്ങിയപ്പോൾ അയാൾ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ടു. എന്നിട്ട് കാറിൽ നിന്നിറങ്ങി. കയ്യിൽ ഒരു കുപ്പി മിനറൽ വാട്ടറും ഉണ്ട്. അതിൽ നിന്ന് 2 കവിള് വെള്ളം കുടിച്ചു. എന്നിട്ട് അലീനയെ നോക്കി പുറത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അലീന പറഞ്ഞതുപോലെ തന്നെ ബാലേന്ദ്രൻ്റെ അടുത്ത് വന്ന് നിന്നു. അച്ഛൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാതോർത്ത് നിന്നു. ഇതെങ്ങനെ നിന്നോട് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നിനക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് നീ എവിടേക്കാണ് പോകുന്നതെന്ന് നിനക്കറിയണ്ടേ? റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. ഈ പേര് അലീന കേട്ടിട്ടുണ്ട്. പട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്ന റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് അച്ഛൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഒരിക്കൽ അവൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആ അങ്കിളിൻ്റെ വീട്ടിലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത്? എനിക്ക് എന്തായിരിക്കും അവിടെ ജോലി? അലീന ആകാംക്ഷയോടെ ചോദിച്ചു. ബാലേന്ദ്രൻ തുടർന്നു. സ്റ്റാൻലി ജോസഫ് ഒരു പട്ടാളക്കാരനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്ര കൺട്രോൾമെൻറ്റിലായിരുന്ന സമയത്ത് അയാൾ ഒരു പാലാക്കാരി പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് അവരൊരുമിച്ച് ജീവിക്കാനും തുടങ്ങി. ഇത്രയും കേട്ടതോടുകൂടി അലീനയുടെ മുഖമാകെ വിളറി വെളുക്കാൻ തുടങ്ങി. അച്ഛൻ എങ്ങോട്ടാണ് പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് ഊഹിക്കാമായിരുന്നു. ബാലേന്ദ്രൻ തുടർന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അവർക്ക് 2 പേർക്കും പിരിയേണ്ടി വന്നെങ്കിലും അവർക്ക് ജനിച്ച ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ആ സ്ത്രീ പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു. ഇയാൾക്കും മറ്റു ഭാര്യയും മക്കളും ഉണ്ട്. എന്നാൽ അവരുടെ മകൾ വളർന്നത് ഒരു ഓർഫനേജിലായിരുന്നു. ഇത്രയും കേട്ടപ്പോഴേക്കും അലീന പറഞ്ഞു, മതി, എനിക്ക് കേൾക്കണ്ട. അതെന്താ? ഈ റിട്ടയേർഡ് കേണൽ എൻ്റെ അച്ഛനാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? ബാലേന്ദ്രൻ ഒരു നിമിഷത്തേക്ക് നിശബ്ദനായി. അതെ, ഞാൻ നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അത് നിന്നോട് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമ്പോൾ നീ സന്തോഷിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അതും പറഞ്ഞ് അയാൾ നിർത്തി. ഇത് വേണ്ടായിരുന്നു അച്ഛാ. ഇതിപ്പോൾ അയാൾക്കറിയാമോ ഞാൻ അയാളുടെ മകളാണെന്ന്? അയാൾ എന്നെ മകളായി അംഗീകരിക്കുമോ? അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അത് സ്വീകാര്യമായിരിക്കുമോ? ഞാൻ മൂലം അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ബാലേന്ദ്രൻ തുടർന്നു. അയാൾക്കറിയാം നീ അയാളുടെ മകളാണെന്ന്. നിന്റെ മകളായി തന്നെയാണ് അയാൾ സ്വീകരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് അവിടെ ചെന്നിട്ട് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം നീ ഓർക്കണം, നിനക്ക് ദോഷം വരുന്നൊന്നും ഈ അച്ഛൻ നിന്നോട് ചെയ്യില്ല. ഇതുപോലും നീ വീട്ടിൽ നിന്ന് പോകുന്ന നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് അയാളെ തേടി പിടിച്ചത്. നീ പോകുന്നുണ്ടെങ്കിൽ അത് നിനക്ക് അവകാശപ്പെട്ടെടുത്ത് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്താ നിന്റെ അഭിപ്രായം? നീ വേണ്ടാന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ വണ്ടി തിരിക്കും. തിരിച്ച് നമുക്ക് കടപ്പാട്ടൂരേക്ക് തന്നെ പോവാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛാ. ഇതെല്ലാം പെട്ടെന്ന് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. അത് സാരമില്ല, എനിക്ക് മനസ്സിലാവും നിന്റെ ധർമ്മസങ്കടം. പെട്ടെന്നൊരു അച്ഛനുണ്ടെന്നറിയാം. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുമ്പ് അയാളുടെ മുന്നിലേക്ക് എത്തിപ്പെടുക, ഇതിനെല്ലാം സമയമെടുക്കും. സാരമില്ല മോളെ, എല്ലാം ശരിയാവും. എന്നാൽ നമുക്ക് യാത്ര തുടരാം. അലീന അതിന് മൗനസമ്മതം നൽകി. അങ്ങനെ അവർ കുളത്തൂർപ്പുഴയിലേക്ക് യാത്ര തിരിച്ചു. സ്റ്റാൻലിയുടെ വീട്ടിലാണെങ്കിൽ അലീനയെ വരവേൽക്കാനുള്ള തകൃതിയായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. വീടെല്ലാം പുതുതായി പെയിന്റ് അടിച്ചു. 2 ദിവസം കൊണ്ട് തീരാൻ വേണ്ടി 17 പണിക്കാരെ വെച്ചാ തീർത്തത്. പഴയ ഫർണിച്ചറെല്ലാം മാറ്റി പുതിയതെടുത്തിട്ടു. വീടെല്ലാം ബലൂണുകളും അരങ്ങുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. അലീനയ്ക്കായി ഒരുക്കിയ മുറിയാണെങ്കിൽ ഒരു കൊട്ടാര മുറി പോലെ സൗകര്യങ്ങളുണ്ടായിരുന്നു. പഴയതായി ഒന്നും തന്നെ ഇല്ലായിരുന്നു, എല്ലാം പുതിയത്. അത് സ്റ്റാൻലിക്ക് നിർബന്ധമായിരുന്നു. കൂടാതെ ടിവിയും AC-യും എല്ലാം പുതുത്. 23 വർഷക്കാലം ഒരു അനാഥാലയത്തിൽ ജീവിച്ച തൻ്റെ മകൾക്ക് ഒന്നിലും ഒരു കുറവും വരരുതെന്ന് സ്റ്റാൻലിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ വീട്ടിൽ സ്റ്റാൻലിയെ കൂടാതെ കാര്യസ്ഥൻ ആൻ്റപ്പനും ഡ്രൈവർ ബൈജുവാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പട്ടികളും. ഇവർക്കാർക്കും വരാൻ പോകുന്ന അതിഥി ആരാണെന്ന് യാതൊരു അറിവുമില്ല. സ്റ്റാൻലി അതേപ്പറ്റി അവരോട് പറഞ്ഞിട്ടുമില്ല. സ്റ്റാൻലി ഇന്നേ വരെ തന്നേക്കാൾ വലുതായി മറ്റൊരാളെയും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു അതിഥിക്ക് വേണ്ടി ഇത്രയെല്ലാം ഒരുക്കങ്ങൾ നടത്തുന്നു. വരാൻ പോകുന്ന അതിഥി നിസ്സാരക്കാരനല്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു കാറിൻ്റെ ഹോണടി കേട്ടു. അത് കേട്ടതും ബൈജു ഓടിച്ചെന്ന് നോക്കി. കോട്ടയം രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഇത് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പോഴേക്കും അതിൽ നിന്ന് ബാലചന്ദ്രൻ ഇറങ്ങി. ഇയാൾ മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആളാണല്ലോ, ഇയാളായിരിക്കുമോ അതിഥി? അപ്പോഴേക്കും അടുത്ത ഡോർ തുറന്ന് അലീന പുറത്തേക്കിറങ്ങി. അലീനയെ കണ്ടതും ബൈജു അന്തം വിട്ട് നോക്കി നിന്നു. ആദ്യ കാഴ്ചയിൽ സ്റ്റാൻലിയുടെ മകൾ താനിയയുടെ അതേ ചായ. ഇനി മുതലാളിയുടെ വല്ല ബന്ധുവായിരിക്കുമോ? അപ്പോഴേക്കും ആൻ്റപ്പൻ ഇറങ്ങി വന്നു. ബാലേന്ദ്രനെയും അലീനയും അകത്തേക്ക് ക്ഷണിച്ചു.
ഇത് കണ്ടപ്പോൾ ബാലേന്ദ്രന് ചെറുതായിട്ടൊരു വൈഷമ്യം തോന്നി. സ്റ്റാൻലി ജോസഫ് വന്ന് സ്വീകരിക്കുമെന്നാണ് അയാൾ കരുതിയത്. തൻ്റെ മകളെ ആദ്യമായി സ്വീകരിക്കുകയല്ലേ അയാളല്ലേ വരേണ്ടത്. അപ്പോഴേക്കും അവരകത്തേക്ക് കയറി. വീടിന് വന്ന മാറ്റം ബാലേന്ദ്രൻ ശ്രദ്ധിച്ചു. അയാൾ അലീനയോടായി പറഞ്ഞു, ഞാൻ ഒരാഴ്ച മുമ്പ് വരുമ്പോൾ ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു. സ്റ്റാൻലി ജോസഫ് തൻ്റെ മകളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയാ ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അലീന അപ്പോഴും ആകെ പകച്ചു നിൽക്കുകയാണ്. വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ബലൂണുകളും അലങ്കാരങ്ങളും ഒക്കെ നോക്കി അവൾ അങ്ങനെ നടന്നു. ആൻ്റപ്പൻ ഇവരെ ലിവിംഗ് റൂമിൽ കൊണ്ടിരുത്തി. വല്ലാത്ത നിശബ്ദത. അപ്പോഴേക്കും മറ്റൊരു മുറി തുറന്ന് സ്റ്റാൻലി ജോസഫ് അങ്ങോട്ട് വന്നു. നല്ല ഉയരവും ഉണ്ടക്കണ്ണും കട്ടി മീശയൊക്കെ ഉള്ള ഒരാൾ. അയാളെ കണ്ടതും അലീന ചിന്തിച്ചു, ഇതെൻ്റെ അച്ഛൻ തന്നെയാണോ? പെട്ടെന്ന് അലീനയ്ക്ക് പേടി തോന്നി. ബാലേന്ദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ് സ്റ്റാൻലി ബാലേന്ദ്രന് കൈ കൊടുത്തു. തൊട്ടടുത്ത നിമിഷം അലീനയ്ക്ക് നേരെയും ആ കൈകൾ നീങ്ങി. ഹലോ അലീന, വെൽക്കം. അലീന ആകെ തരിച്ചു നിന്നുപോയി. ഇതെന്താ ഇങ്ങനെ? തൻ്റെ അച്ഛൻ തന്നെയല്ലേ ഇത്? ഒരു മകളെ ആദ്യമായി കാണുമ്പോൾ ഇങ്ങനെയാണോ? കടപ്പാട്ടൂരച്ഛന് തെറ്റുപറ്റാൻ സാധ്യതയില്ല. എന്നാലും ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നത്? അലീന തിരിച്ച് കൈ കൊടുക്കാതായപ്പോൾ സ്റ്റാൻലിക്ക് ആകെ എന്തോ പോലെയായി. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് അവളോട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത്. സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് താൻ പോകുന്നതെന്ന് അറിഞ്ഞ് ആ പകപ്പ് ഇവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതിൻ്റെയാ. നിങ്ങൾക്കിടയിൽ ഈ ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. സമയമെടുക്കുമായിരിക്കും, പക്ഷെ സാരമില്ല. ബാലേന്ദ്രൻ്റെ വാക്കുകൾ സ്റ്റാൻലിക്ക് ആശ്വാസമായി. ഇറ്റ്സ് ഓക്കെ, ഐ നോ. ഞാൻ ഇറങ്ങി വന്ന് സ്വീകരിക്കാഞ്ഞത് പുറത്ത് പണിക്കാരുള്ളത് കൊണ്ടാണ്. നമ്മുടെ പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. അത് സാരമില്ലെന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. അലീനയ്ക്കപ്പോഴും ആ പകപ്പ് വിട്ടുമാറിയിട്ടില്ല. അവൾ അന്തം വിട്ട് അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. തുടർന്നുള്ള കഥയറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്